15 ശ്ലോകം 7. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധപീഡയോ ലംഘ്യ ബാല്യം പുനരപി ബദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈനഗാദി. ഇതിൽ പറയുന്നത് യുവതി ജഡരഖിന്നോ, യുവതിയുടെ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജഡരം എന്ന് വെച്ചാൽ വയറ്, യുവതിയുടെ വയറ്, യുവതി ജഡരഖിന്നോ, ആ ഗർഭപാത്രത്തിൽ കിടന്ന് പല വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ട് ജാതബോധോപ്യ കാണ്ടേ, ആ ഗർഭസ്ഥ ശിശു അനങ്ങാൻ പറ്റാതെയും അമ്മ കഴിക്കുന്ന ആഹാരത്തിലുള്ള എരിയും പുളിയും കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചും കൊണ്ട് അനങ്ങാൻ കഴിയാതെയും വിഷമിക്കുന്നവൻ എന്നാണ്. ഇങ്ങനെയൊക്കെ വിഷമിച്ചിട്ട് ജാതബോധ, ബോധം, ജാതബോധ അപി, ആ ബോധമുണ്ടായിട്ട് ആ ഗർഭസ്ഥ ശിശു പ്രസവഗളിത ബോധ, ആ പ്രസവ 7 മാസം വരെ തത്വജ്ഞാനം ഉണ്ടാകും എന്നാണ്. പ്രസവ സമയത്ത് തത്വജ്ഞാനം ഉണ്ടാകുമെന്നും ആ പ്രസവ സമയത്ത് ആ ബോധം പോകുമെന്നുമാണ് പറയുന്നത്. പ്രസവ ക്ലേശത്തിൽ പ്രസവഗളിത ബോധ, പ്രസവ ക്ലേശത്തിൽ ആ ബോധമൊക്കെ പോകും. ആ കുട്ടിക്ക് ആ മുൻകാലങ്ങളിലുള്ള അറിവെല്ലാം നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞത്. പീഡയോ ലംഘ്യ ബാല്യം, ആ ബാല്യം, പീഡയോ ലംഘ്യ ബാല്യം, ബാല്യത്തിൽ കുഞ്ഞാഗ്രഹിക്കുന്നൊന്നും പറയാൻ കഴിയാതെയും അസുഖങ്ങളൊക്കെ വരുന്നു, അതൊന്നും പറയാൻ കുഞ്ഞിന് അറിയുന്നില്ല. അങ്ങനെ ഒരുപാട് ചിലപ്പം കുട്ടി കരയുന്നു, അതിനൊന്നും എന്താണെന്ന് പറയാനൊന്നും അറിയാതെ അത് ഒരുപാട് കഷ്ടമൊക്കെ അനുഭവിച്ചിട്ട് കഴിഞ്ഞു പോകുന്നു. പുനരപി ബദ മുഹ്യതേവ, പിന്നെ എല്ലാത്തിനോടും മോഹമായി, അത് കഴിയുമ്പോൾ ആ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലോട്ട് പോകുമ്പോൾ എന്നാണ്. പുനരപി, വീണ്ടും, ബദ മുഹ്യത്യേവ, കഷ്ടം, ഓരോ മോഹങ്ങളും ഉണ്ടാകുന്നു, മോഹിക്കുന്നു, പിന്നെ എല്ലാത്തിനോടും മോഹമായി, മോഹിക്കുന്നത് സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമായി, അതിന് തടസ്സം നിന്നാൽ ദേഷ്യമായി, ഇങ്ങനെ ഭഗവാനെ ഓർമ്മിക്കാതെ താരുണ്യകാലേ വീണ്ടും മരിക്കുന്നു എന്നാണ്. മോഹിക്കുന്നു, വീണ്ടും മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നാണ് ഈ ഭഗവാൻ ഇപ്പോൾ അമ്മയോട് പറയുന്നത്. യുവതിയുടെ ജഡരഹ, വയറ്റിൽ വളരെ വിഷമിച്ച് കിടന്നിട്ട് അകാന്ധേ ജാത ബോധ അപി, അപ്രകാരം ഒരു ബോധോദയം ഉണ്ടായി എങ്കിലും പ്രസവ സമയത്ത് ബോധമെല്ലാം പോയിട്ട് പീഠയോ ലംഘ്യ ബാല്യം, പല കഷ്ടപ്പാടുകളും ആ ബാല്യത്തിൽ കഴിച്ചു കൂട്ടിയിട്ട് താരുണ്യകാലേ, ആ യൗവനകാലം വരുമ്പോൾ പുനരപി, വീണ്ടും മോഹമുണ്ടാകുന്നു, വീണ്ടും മോഹിച്ചു പോവുക തന്നെ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ ശ്ലോകത്തിൽ കപിലമുനി ദേവഹൂതിയായ അമ്മയോട് പറയുന്നത്.